ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സംഹാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു അടിപൊളി ഡെസേർട്ട് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബിസ്ക്കറ്റ്സ് ആണ്. ഏത് ടൈപ്പ് ബിസ്ക്കറ്റ് ആയാലും പ്രശ്നമില്ല, ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ആയാലും ഇങ്ങനത്തെ ബിസ്ക്കറ്റ് ആയാലും പ്രശ്നമില്ല. അപ്പോൾ നമുക്കത് ഒരു ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഈ ബിസ്ക്കറ്റ്സ് നല്ല നല്ലൊരു പൗഡർ പോലെ തന്നെ ആക്കിയിട്ട് നല്ലോണം ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ആ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ഒക്കെ പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ബിസ്ക്കറ്റ്സൊക്കെ നന്നായിട്ട് ഫൈനായിട്ട് ഇതേപോലെ പൗഡർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നിങ്ങൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്ന ട്രേൻ്റെ അളവനുസരിച്ചിട്ടാണ് ഈ ബിസ്ക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ ആ ട്രേൻ്റെ അടിഭാഗത്ത് ഫുൾ കവറാകുന്ന അത്ര ബിസ്ക്കറ്റ്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലൊരു സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ട്രേയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുറിക്കുന്ന സമയത്ത് ഈ ബിസ്ക്കറ്റ് ഇങ്ങനെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അടിയിലേക്ക് നമ്മളെ ഡെസേർട്ട് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക്. സാധാരണ ലെമൺ പൈ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര പാടാണ് ഈ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ചിന്തിക്കാറുള്ളത്. പക്ഷേ ഈ ഒരു റെസിപ്പി ആകെ ഒരു 5-6 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. നമ്മൾ പാർട്ടിക്ക് കൊണ്ടുപോകുകയാണെങ്കിലോ എങ്ങനെയായാലും നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലോണം ഇതിനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്പൂണോ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അതിനെക്കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ബട്ടർ ആഡ് ചെയ്തത് കൊണ്ട് തന്നെ നല്ലോണം ഇത് സെറ്റായിട്ട് നിൽക്കും. നല്ലോണം കുറച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബിസ്ക്കറ്റ്സൊക്കെ നല്ലോണം ട്രേയിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വെക്കാം. ഇനി അടുത്ത ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് അതേ അളവിൽ തന്നെ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ച് ഇതിൻ്റെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 5 ലൈമാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പം വിചാരിക്കും ഈ ഡെസേർട്ടിൽ ലൈം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭയങ്കര പുളിയിരിക്കൂലേ. നമ്മൾ ഈ ഡെസേർട്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് അങ്ങനെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിച്ചതിൻ്റെ ശേഷമാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. നമ്മൾ അടിയിലിട്ട ബിസ്ക്കറ്റിൻ്റെ മധുരവും പിന്നെ ഈ ബാക്കിയുള്ള നമ്മൾ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത മധുരമൊക്കെ ഇതിന് ബാലൻസ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലൈം ആഡ് ചെയ്ത് കൊടുത്തതിന് ചെറിയൊരു പുളിയും നല്ല മധുരം മീൻസ് നമ്മൾ ആവശ്യത്തിനുള്ള ആ മധുരവും ഒക്കെ ഉള്ളൊരു നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. ആകെ ഇത്ര കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ഇടണേ അപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ളത്. 5 ലൈമൊക്കെ സ്ക്വീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ലെമൺ ഒഴിച്ചതും എല്ലാം നന്നായിട്ട് കമ്പൈനായിട്ട് വരുന്നത് വരെ. നേരത്തെ നമ്മൾ സെറ്റാക്കിയ ബിസ്ക്കറ്റിൻ്റെ ട്രേൻ്റെ മുകളിലേക്ക് ഇപ്പം നമ്മൾ തയ്യാറാക്കിയ മിക്സ്ചർ ഒഴിച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പാച്ചിൽ വെച്ച് നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഇപ്പം തയ്യാറാക്കിയ മിക്സ്ചർ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ക്രഷ് ചെയ്ത ബിസ്ക്കറ്റിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡെക്കറേഷനായിട്ട് ഞാൻ ഇപ്പോൾ നമ്മളെ ഡെസേർട്ടിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഒരു റെസ്റ്റിനായിട്ട് ഒരു പീസ് ലൈമും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് മണിക്കൂറത്തേക്ക് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഞാനിത് ഓവർ നൈറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ഒരു 4-5 മണിക്കൂർ മാത്രം മതിയായിരിക്കും ഇത് നന്നായിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം.
അങ്ങനെ നമ്മളെ ഡെസേർട്ട് ഇതാ നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞാനിത് ഓവർനൈറ്റിന് വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. ബിസ്ക്കറ്റൊക്കെ നല്ലോണം ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓവർനൈറ്റിന് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഡെസേർട്ട് ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട്. ഇന്നത്തെ ഈ റെസിപ്പിയായ ലെമൺ പൈ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. കാരണം നിങ്ങളിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ കണ്ടു നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. വായിലിട്ട് അലിഞ്ഞ് പോകുന്ന പോലത്തെ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. ഇത് പാർട്ടിക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു നല്ല ഡെസേർട്ടാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതങ്ങനെ പെട്ടെന്ന് മെൽട്ടാവുകയൊന്നുമില്ല. അപ്പോൾ പാർട്ടിക്കൊക്കെ പറ്റിയ ഒരു ഡെസേർട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ. ആ ബെല്ലൈക്കണും കൂടി നിങ്ങൾ എന്തായാലും പ്രസ് ചെയ്യണം. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോസൊക്കെ വരുന്നത് വരെ ഗുഡ് ബൈ.